ജിഷ വധക്കേസിലെ വിജിലൻസ് പരിശോധനയെ തുടക്കം മുതൽ പോലീസ് എതിർത്തിരുന്നു. ഡിജിപി ലോക്നാഥ് ബെഹ്റ സർക്കാരിന് ഇത് സംബന്ധിച്ച കത്ത് നൽകുകയും ചെയ്തു. എന്നാൽ ജിഷ കേസിലെ ആക്ഷൻ കൗൺസിലിന്റേതുൾപ്പെടെയുള്ള പരാതികൾ തള്ളണമെന്ന പോലീസിന്റെ നിലപാട് സർക്കാർ അംഗീകരിച്ചില്ല. തുടർന്നാണ് കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതു മുതൽ കുറ്റപത്രം സമർപ്പിച്ചതുവരെയുള്ള കാര്യങ്ങൾ വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം യൂണിറ്റ് തലത്തിൽ അന്വേഷിച്ചത്. ജിഷ വധക്കേസിൽ പോലീസ് അന്വേഷണം പാളിയെന്ന വിജിലൻസ് റിപ്പോർട്ട് ഡിജിപി ലോക്നാഥ് ബെഹ്റയുടെ പരിഗണനയിലാണ്. കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രഹസ്യവിചാരണ നടക്കുന്നതിനാൽ തന്നെ വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി വേണ്ടെന്ന നിലപാടിലാണ് ഡിജിപി. വിജിലൻസിന്റേത് അനാവശ്യ ഇടപെടലാണെന്ന വാദമാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന എഡിജിപി ബി സന്ധ്യയും ഉന്നയിക്കുന്നത്. പ്രതിയായ അമീറുളിന് പ്രേരണ നൽകിയതെന്ന് കരുതപ്പെടുന്ന അനാറുൽ ഇസ്ലാം ഇപ്പോഴും കാണാമറയത്താണ്. അനാറുളിന്റെ പേര് കുറ്റപത്രത്തിൽ പോലീസ് ഉൾപ്പെടുത്തിയിരുന്നതുമില്ല. പോലീസ് മേധാവി മുഖവുരക്കെടുത്തില്ലെങ്കിലും ജിഷ കേസിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്ന് സംശയം പ്രകടിപ്പിക്കുന്ന വിജിലൻസിന്റെ റിപ്പോർട്ട് കേസിലെ വിചാരണ നടക്കുന്ന ഈ വേളയിൽ ഏറെ നിർണായകമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.